ഞാൻ നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവം ഉറങ്ങുന്ന ഒരു മുറിയുടെ മുമ്പിലാണ്. പോപ്പ് ലയോ 14 മാർപ്പാപ്പ മാത്രമല്ല, അഗസ്റ്റിനിയൻ സന്യാസ സമൂഹത്തിൽ കോൺക്ലേവിന് മുമ്പായി വന്ന് താമസിച്ച് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിനു മുമ്പേ തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭവനത്തിൽ ഞാൻ നിൽക്കുന്ന ഈ 221 മുറിയിൽ വന്ന് ഒരു കർദിനാൾ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ആൽബീനോസ് ലുച്ചിയാനി കർദിനാൾ. അദ്ദേഹം കോൺക്ലേവിന് മുമ്പ് താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നെങ്കിൽ ഈ ഭവനത്തിൽ താമസിക്കുന്ന സാഹചര്യത്തിൽ വെച്ചാണ് ലയോ 14 മാർപ്പാപ്പയെ പോലെ അദ്ദേഹവും തിരുസഭയിലെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ പോൾ I മാർപ്പാപ്പ. അതെ, ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് ഈ ഭവനത്തിൽ വെച്ച്. (2001) മുതൽ 2013 വരെ അഗസ്റ്റീനിയൻ സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ഇതാ തിരുസഭയുടെ 267 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ലയോ 14 മാർപ്പാപ്പ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായ ഉത്തരവാദിത്തങ്ങളെല്ലാം വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ താമസിച്ച ഇടമാണിത്. വിശുദ്ധ അഗസ്റ്റിൻ ആരംഭിച്ച അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ സുപ്പീരിയർ ജനറലായി മാത്രമല്ല അദ്ദേഹം സ്ഥാനം അനുഷ്ഠിച്ചിട്ടുള്ളത്, മറിച്ച് തിരുസഭയുടെ മെത്രാനായും കർദിനാളായും അതോടൊപ്പം തന്നെ വെസ്കോവികളുടെ എല്ലാ ബിഷപ്സിനും ഡെക്കാസ്ട്രിയുടെ ഹെഡായും അദ്ദേഹം പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ വലിയൊരു നിയോഗം അദ്ദേഹത്തെ തേടിയെത്തുന്നത്. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായ സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകളും നമുക്ക് ഈ സഭയുടെ തന്നെ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട ജിജോ പീറ്റർ മുല്ലശ്ശേരി അച്ഛൻ നമ്മളോട് പങ്കുവെക്കുന്നതാണ്. (2004) ഇപ്പോഴത്തെ ലയോ 14 മാർപ്പാപ്പ, അന്ന് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്, അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ ആയിരുന്നപ്പോൾ ആദ്യത്തെ സന്ദർശനം നടത്തുന്നത്. അന്ന് അവിടെ ഒരു പൗരോഹിത്യം നൽകുന്ന ഒരു ശുശ്രൂഷയാണ്, തിരുപ്പട്ടം കൊടുക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാനാണ് അന്നത്തെ സുപ്പീരിയർ ജനറൽ വന്നത്. പക്ഷേ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവിടെ കളിച്ച് ഓടി നടന്ന ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജിജോ പീറ്റർ. അന്നൊരിക്കലും ഇന്നത്തെ മാർപ്പാപ്പയായിരുന്ന ലയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരിക്കാം, ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ സഭയിൽ ചേർന്ന് ഒരു പുരോഹിതനായി മാറുമെന്ന്. ഫാദർ ജിജോ പീറ്റർ മുല്ലശ്ശേരി, അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള വൈദികൻ, ഇപ്പോൾ റോമിൽ ബിബ്ലിക്കൽ തിയോളജിയിൽ ഒരു ലൈസൻഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൽ നമുക്ക് കേൾക്കാം ലയോ 14 മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അനുഭവങ്ങളും. പ്രിയപ്പെട്ട ജിജോ പീറ്റർ അച്ഛ, സ്വാഗതം. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി നടത്തുന്ന ഈ ഒരു ചെറിയ ഇൻ്റർവ്യൂവിൽ അങ്ങയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും കേൾക്കുവാനും പ്രേക്ഷകർക്ക് തീർച്ചയായും താല്പര്യമുണ്ടായിരിക്കും. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, അച്ഛൻ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ ചേരുവാനുണ്ടായ സാഹചര്യം ഓർമ്മയിലുണ്ടോ? ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് ആദ്യമായിട്ടും ഒരു അച്ഛനാകണമെന്നുള്ളൊരു തീരുമാനം ഞാൻ വീട്ടിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ നേരെ മൂത്ത ചേട്ടൻ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ ഒരു വൈദികനാണ്, ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് മുല്ലശ്ശേരി അച്ഛൻ. അതെ, ക്യൂബയിൽ ഇപ്പോൾ അച്ഛന് മിഷണറി ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു പരിചയമുള്ളതുകൊണ്ട് തന്നെ സഭയിൽ ചേരാനായിട്ടുള്ള ഒരു താല്പര്യം കർത്താവ് തരികയുണ്ടായി. ശാന്താര അച്ഛൻ ആ സഭയിൽ ചേരുന്ന സമയത്ത് ആരായിരുന്നു നിങ്ങളുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്നത്? ഞാൻ 2006 അഗസ്റ്റീനിയൻ സഭയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ അഭിമന്യ പിതാവ് ലയോ 14 പാപ്പ
കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് ആയിരുന്നു ആ സമയത്ത് നിങ്ങളുടെ സുപ്പീരിയർ ജനറൽ. അന്നേരം അദ്ദേഹം കർദിനാളല്ല, നിങ്ങളുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്നു അല്ലേ? ജനറലായിരുന്നു. അദ്ദേഹം 2 തവണ തുടർച്ചയായിട്ട് എലക്ട് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, 2001 മുതൽ 2013 വരെയുള്ള കാലഘട്ടങ്ങളിൽ 6 വർഷം 2 ടേമായിട്ട് സുപ്പീരിയർ ജനറലായിരുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ സെമിനാരിയിൽ ചേരുന്ന സമയത്ത് കർദിനാൾ റോബർട്ട് അന്നത്തെ സുപ്പീരിയർ ജനറൽ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മകൾ നിങ്ങൾ സെമിനാരി കാലഘട്ടത്തിൽ അത് സന്ദർശിച്ചതോ പങ്കുവെച്ചതോ അല്ലെങ്കിൽ ഇടപഴകിയ ഓർമ്മകൾ എന്തെങ്കിലും പങ്കുവയ്ക്കാവോ? അത് 2006 അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഇന്ത്യ സന്ദർശനം. ആ സമയത്ത് ഞങ്ങൾ സെമിനാരിക്കാർ കുട്ടികളെ സന്ദർശിക്കുവാനായിട്ട് ജനറൽ അച്ഛൻ വന്ന ഒരു ഓർമ്മ ഇപ്പോഴും ഹൃദയത്തിലുണ്ട്. ഒരു വെള്ളക്കാരൻ അച്ഛൻ ഞങ്ങൾ പിള്ളേരെ കാണാനായിട്ട് വരുന്നു. ഒരു സെൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു എംബ്ലം ഇപ്പോൾ പിതാവിൻ്റെ മുദ്രയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഹൃദയത്തെ തുളക്കുന്ന ദൈവവചനത്തിൻ്റെ വാള്, ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചേർന്ന ഒരു എംബ്ലം അദ്ദേഹം ഞങ്ങൾക്ക് നൽകി. ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് തന്നിരുന്നല്ലേ? വാസ്തവത്തിൽ അത് കാണിക്കുന്ന ഒരു പിതാവിൻ്റെ ഒരു അപ്പൻ്റെ സ്നേഹമാണ് അല്ലേ? അതെ അതെ. കാരണം സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു സുപ്പീരിയർ ജനറൽ, ഒരു അപ്പൻ്റെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മക്കളെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു സമ്മാനം എടുത്ത് കൊടുക്കുകയാണ്. അത് അഗസ്റ്റിൻ്റെ എംബ്ലമുള്ള ഒരു ലോക്കറ്റാണ്. അത് വലിയൊരു ഓർമ്മയായിട്ട് സൂക്ഷിക്കുന്നു അല്ലേ? അത് തീർച്ചയായിട്ടും നല്ലൊരു മെമ്മറിയാണത്. അതിനുശേഷം സെമിനാരി കാലഘട്ടത്തിൽ പിന്നീട് ഏതെങ്കിലും തിയോളജി അല്ലെങ്കിൽ ഫിലോസഫി കാലഘട്ടത്തിലെങ്ങാനും നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ നിങ്ങളെ സന്ദർശിച്ചിട്ട് ഓർമ്മയുണ്ടോ? പിന്നീട് പാപ്പയെ ഞാൻ ഏറ്റവും അടുത്ത് കാണുന്നത് ഞാൻ ഇവിടെ പഠനത്തിനായിട്ട്, അതായത് ഫിലോസഫി തിയോളജി പഠനമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ലയോ 13 മാർപ്പാപ്പയെ നിങ്ങൾ കാണുന്നത് അല്ലേ? അത് ഇവിടെ വെച്ചായിരുന്നു. അതെ അതെ, നമ്മളുടെ അഗസ്റ്റീനിയൻ, അതായത് അച്ഛൻ ഉപരിപഠനത്തിന് വേണ്ടി ദൈവശാസ്ത്രം ഉപരിപഠനത്തിന് വേണ്ടി ഇവിടെ വന്നതിന് ശേഷമുള്ള കാലഘട്ടം. അച്ഛൻ എന്തെങ്കിലും ആദ്യമായിട്ട് അദ്ദേഹത്തെ കണ്ട ഒരു ഓർമ്മ പങ്കുവയ്ക്കാമോ? വ്യക്തിപരമായിട്ട് ഞാൻ പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് കർദിനാളാവുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയം 2022 കാലഘട്ടത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് വന്ന് ഒരു സാധാരണ ഒരു പുരോഹിതനായിട്ട് എളിമയോടുകൂടെ തൊട്ട് അടുക്കൽ വന്ന് ഇരിക്കുകയാണ്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഓർക്കണ്ട, അദ്ദേഹം കർദിനാളായിരുന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇരുന്നു എന്ന് പറയുന്ന ആ ഹോളിൽ ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ടേബിളിൻ്റെ നടുക്കാണ് അദ്ദേഹം എപ്പോഴും ആയിരിക്കുന്ന സമയത്ത് ഇവിടെ കമ്മ്യൂണിറ്റി വരുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിൻ്റെ തൊട്ടുപ്പറിയായിട്ടാണ് അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നൊരു ഓർമ്മ. ഏറെ സ്നേഹത്തോടുകൂടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അതോടൊപ്പം വളരെ എളിമയോടുകൂടെ നമ്മളോട് പെരുമാറുന്ന ഒരു അനുഭവമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു മാർപ്പാപ്പയായിട്ട് മാറാൻ പോകുന്ന ആളാണ് എൻ്റെ വലതുവശത്ത് ഇരിക്കുന്നതെന്നല്ലേ? അങ്ങനെ അറിഞ്ഞെങ്കിൽ ചിലപ്പോൾ ജിജോ അച്ഛൻ കുറച്ചു നേരം കൂടുതലിരുന്നേനെ അച്ഛൻ്റെ കൂടെ. എന്തെങ്കിലും ആവട്ടെ, ദൈവനിയോഗങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനെ വന്നു പെടുകയാണ് ഓരോ വ്യക്തികളിൽ. ഏതായിരുന്നാലും അപ്പം ആ ഒരു ഓർമ്മ, അച്ഛൻ നിങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചൊരു ഓർമ്മ അല്ലേ? അതിനുശേഷം പിന്നീട് എന്തെങ്കിലും മെമ്മറീസ് അച്ഛൻ്റെ മനസ്സിലുണ്ടോ? പിന്നീട് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാറുണ്ട്. കാരണം അദ്ദേഹത്തിന് കർദിനാളായിട്ട് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത് 2023 അതെ അതെ അതെ. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഒരു പ്രത്യേക താങ്ക്സ് ഗിവിംഗ് കുർബാന നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വെച്ച് ഉണ്ടായിരുന്നു. കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഓർമ്മയായിട്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വളരെയധികം ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു പാർട്ടി ഈ ടെറസിൻ്റെ മുകളിൽ വെച്ചായിരുന്നു പ്രത്യേകം നടത്തിയിരുന്നത്. അങ്ങനെ അപ്പോൾ അന്നേരം അച്ഛൻ്റെ ബന്ധുമിത്രാദികളൊക്കെയാണോ പ്രധാനം ഉണ്ടായിരുന്നത്? അതെയോ വളരെ ചുരുങ്ങിയ ആളുകൾ, അധികം ആളുകളില്ല, എന്നാലും വളരെ കുറഞ്ഞ ആളുകളായിരുന്നു അന്നത്തെ പ്രോഗ്രാമിന് വന്നിരുന്നത്. എളിമയുടെ ഒരു നമ്മളിരിക്കുന്ന ഈ ടെറസിൽ വെച്ചിട്ടാണ് അന്ന് ആ ഒരു കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷം സമൂഹത്തോടു കൂടി ആയിരിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ച ഒരു ടെറസിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. കാരണം ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടി പോകുമ്പോൾ വത്തിക്കാനിലേക്ക് ഡ്യൂട്ടിക്ക് ഡെയിലി പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളിൽ ഇവിടെ ഒരു സഹോദരനായിട്ട്, കൂട്ടത്തിൽ ഒരാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു ഓർമ്മ. മെയ് 8-ാം തീയതി പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് ആദ്യമായി പൊതുജനത്തോട് സംബോധന ചെയ്യുമ്പോൾ പിതാവ് പറഞ്ഞൊരു വാക്ക്, ഞാൻ വിശുദ്ധ അഗസ്റ്റിൻ്റെ മകനാണ് എന്ന്. വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മയായ വിശുദ്ധ മോനിക്കായുടെ നാമധേയത്തിലുള്ള ഈ ചാപ്പലിൽ വെച്ചായിരുന്നു പലപ്പോഴായിട്ട് പരിശുദ്ധ പിതാവ് കർദിനാളായിരുന്ന സമയത്ത് ബലിയർപ്പിച്ചിരുന്നത്.
അപ്പം അതിനുശേഷം അദ്ദേഹം കർദിനാളായിരുന്നപ്പോൾ പലപ്പോഴും ഇവിടെ കമ്മ്യൂണിറ്റിയിലാണ് താമസിച്ചിരുന്നത് അല്ലേ? അതെ അതെ. അപ്പം അന്നേരം അദ്ദേഹം കർദിനാളായിരിക്കുമ്പോൾ സമൂഹത്തിൽ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നോ? അങ്ങനെ വർത്തമാനം പറയാനോ അല്ലെങ്കിൽ സമയം കിട്ടാറുണ്ടായിരുന്നോ? അതെയോ? വളരെ തിരക്കുള്ള ഒരു വ്യക്തിത്വമായിരുന്നെങ്കിൽ പോലും ഞങ്ങളോടൊപ്പം വരുമ്പോൾ ഏറെ സ്നേഹത്തോടുകൂടെ വളരെ എളിമയോടുകൂടെ ഞങ്ങളുടെ ഇടയിൽ ഒരാളായിട്ട് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു അല്ലേ? കർദിനാളായ സമയത്ത് എനിക്ക് ഓർമ്മയായിട്ടുള്ളത്, അന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ അച്ഛന്മാർ പലരായിട്ടും നിരവധി പേരുണ്ടെങ്കിലും വളരെ ക്ഷമയോടുകൂടെ എല്ലാവരോടും ഒപ്പം നിന്ന ഒരു സഹോദരനെ പോലെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നിന്ന് വരുന്നൊരു വ്യക്തി. അങ്ങനെ പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ അഗസ്റ്റീനിയൻ സഭയുടെ പ്രയർ ജനറൽ ആയിരുന്ന സമയത്ത് സോളം പ്രൊഫഷനും ഡൈക്കനേറ്റ് മറ്റ് ശുശ്രൂഷകൾക്കൊക്കെ പങ്കെടുത്തിരുന്ന ഒരു കമ്മ്യൂണിറ്റി ദേവാലയമാണ്. പൊതുജനങ്ങൾക്കും കൂടെ വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വിശുദ്ധ മോനിക്കയുടെ നാമധേയത്തിലുള്ള ഈ ഒരു ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം കർദിനാളായിട്ട് ഉയർത്തപ്പെട്ടപ്പോൾ താങ്ക്സ് ഗിവിങ്ങിനായിട്ട് പ്രത്യേകം കടന്നു വന്ന ഇവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ബലിയർപ്പണം. അദ്ദേഹത്തിൻ്റെ എംബ്ലം കർദിനാളായ സമയം മുതലുള്ള ആ ഒരു എംബ്ലം ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് ശേഷം സത്യം പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും റോബർട്ട് ഫ്രാൻസിസ് കർദിനാളിനെ. കാരണം പെറുവിൽ ഒരു മിഷണറി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് വത്തിക്കാനിലേക്ക് കൊണ്ടുവരുന്നത്. വെറുതെ ഒരാളങ്ങനെ കൊണ്ടുവരില്ലല്ലോ. ഒരു മിഷണറി ആയിരുന്ന ഒരാളെ പിടിച്ചാണ് ഈ എല്ലാ ലോകമെമ്പാടുമുള്ള എല്ലാ ബിഷപ്സിൻ്റെയും ഡെക്കാസ്ട്രിയുടെ ഹെഡായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൽ എന്തൊക്കെയോ വലിയൊരു പുണ്യങ്ങൾ, നന്മകൾ, സഭയുടെ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ദൗത്യത്തിന് വേണ്ടി ഒരുക്കി കൊണ്ടുവന്നതുപോലൊരു തോന്നലാണ് എനിക്ക് വരുന്നത്, എൻ്റെ മനസ്സിൽ തോന്നിയത്. തീർച്ചയായിട്ടും ഒരു ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വം, ആ ഒരു എളിമയും പാവങ്ങളുടെ ഇടയിൽ അതായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വാധീനിച്ചത്. അപ്പം ഈ കോൺക്ലേവ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം 135 കർദിനാൾമാർക്കാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. അതിൽ 133 ഉണ്ടായിരുന്നത്. പക്ഷേ 2 പേർക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് 133 പേരായിരുന്നു ഈ വോട്ടവകാശമുള്ള കർദിനാൾമാർ. അതിൽ 108ഓളം പേര്, എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ, അത് അത്രയും കർദിനാൾമാരെ വോട്ടവകാശത്തോടു കൂടിയുള്ളവർ നിയോഗിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയായിരുന്നു. അതിലൊരാളായിരുന്നു റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. അപ്പോൾ ഈ കോൺക്ലേവ് നടക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു അല്ലേ? അപ്പോൾ കോൺക്ലേവിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട്. അപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളൊരു ഫീൽ എന്തായിരുന്നു? ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നുള്ള ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു കർദിനാൾ കോൺക്ലേവിൽ പങ്കെടുക്കുന്നു, അപ്പം പുതിയ ഇലക്ഷൻ വരുന്നു, ആരായിരിക്കും മാർപ്പാപ്പ? അപ്പം എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്തകൾ, സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്നോ? ഞങ്ങളുടെ ഹൃദയത്തിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ഈ ഇദ്ദേഹത്തെ ഒരു പാപ്പയായിട്ട് വന്നം എന്നുള്ളത്. അങ്ങനെ ഉണ്ടായിരുന്നോ? ശരിക്കും ഹൃദയത്തിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണല്ലോ സഭയുടെ. കാരണം ഞാൻ ചോദിക്കാൻ കാരണം, ഞാനൊരിക്കലും റോബർട്ട് ഫ്രാൻസിസ് കർദിനാളിൻ്റെ പേര് അല്ലെങ്കിൽ പടമോ എങ്ങും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു മാർപ്പാപ്പയാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയെല്ലാം നിശബ്ദമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. വളരെയധികം കാര്യങ്ങൾ, ചാരിറ്റി ആണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആരും അറിയാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ. അല്ല, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പൊതുവെ സന്യാസ സമൂഹത്തിൽ ഇവിടെ പ്രത്യേകിച്ച് പൊതുവെ ഇങ്ങനെ റോബർട്ട് ഒരു മാർപ്പാപ്പയാവുന്നുള്ളൊരു ചിന്തയോ പ്രതീക്ഷയോ ഉണ്ടായിരുന്നോ? അച്ഛൻ്റെ കാര്യമല്ല, പൊതു സമൂഹത്തിൻ്റെ അകത്ത് പൊതുവെ നമ്മളങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല. കാരണം പൊതുവായിട്ട് പെട്ടെന്ന് കർദിനാളായിട്ട് 1 വർഷം കഴിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനിയും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള കർദിനാൾമാർ അങ്ങനെ കുറേ അവരൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു തിരഞ്ഞെടുപ്പായിരുന്നു അത്. യഥാർത്ഥത്തിൽ സർപ്രൈസ് ആയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ജിജോ അച്ഛൻ, ഞങ്ങൾ എല്ലാ ദിവസവും കോൺക്ലേവിൽ മാർപ്പാപ്പ രോഗിയായിരുന്നപ്പോഴും കോൺക്ലേവിലുമൊക്കെ തുടർച്ചയായിട്ട് വാർത്തകൾ ഗുഡ്നസ് ടി വി വേണ്ടി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരുന്നത് മെയ് 8-ാം തീയതി കാലത്ത് നമ്മുടെ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇന്ന് പൊമ്പൈ മാതാവിൻ്റെ തിരുനാളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആ മാതാവിനോട് ഭക്തി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച്. അതോടൊപ്പം തന്നെ അവർ ലേഡി ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു, അത് ലോകം മുഴുവനും സഭയുടെ ഐക്യകണ്ഠേന ആഘോഷിക്കപ്പെടുന്ന തിരുനാളല്ല, പക്ഷേ ചില സന്യാസ സമൂഹങ്ങളിൽ, രൂപതകളിലൊക്കെ ഈ തിരുനാൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വാർത്തയിൽ പറയുന്നത്, ഇന്ന് വൈകുന്നേരം തീർച്ചയായിട്ടും നമുക്കൊരു സർപ്രൈസ് എലക്ഷൻ ഉണ്ടാകാം എന്ന് പല ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു.
അപ്പം സത്യം പറഞ്ഞാൽ മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് ഒരു ഇലക്ഷൻ വൈകുന്നേരം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടെന്നാണ് എൻ്റെ ഉള്ളിൽ തോന്നുക. തീർച്ചയായിട്ടും നമ്മളുടെ അഗസ്തീനിയൻ സന്യാസ സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് കൃപാവരത്തിൻ്റെ മാതാവ് അവർ ലേഡി ഓഫ് ഗ്രേസിൻ്റെ തിരുനാൾ. പ്രത്യേകിച്ചും ഇന്ത്യൻ അഗസ്തീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ പേര് തന്നെ അവർ ലേഡി ഓഫ് ഗ്രേസ് എന്നുള്ളതല്ലേ ഇന്ത്യയിലെ സഭയുടെ. അപ്പം അന്നേരം ആ ദിവസം നിങ്ങളുടെ സന്യാസ സമൂഹത്തിന്റെ തിരുനാൾ കൂടിയായിരുന്നു. ഒരു തിരുനാളാണ്. അത് ഒരു പുതിയൊരു അറിവാണ് എനിക്കൊന്നും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അതായത് മാർപ്പാപ്പ എലക്ട് ചെയ്യപ്പെടുന്ന മെയ് 8-ാം തീയതി അവർ ലേഡി ഓഫ് ഗ്രേസിന്റെ തിരുനാളാണ്. ഞാനത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് ഇവരുടെ സന്യാസ സമൂഹത്തിന്റെ തിരുനാൾ കൂടിയാണ്. അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലായിട്ട് കാണുകയാണ്. തീർച്ചയായും അതിന്റെ ഇടപെടൽ തന്നെ അതിനകത്തുണ്ട് നമുക്ക് വിശ്വസിക്കാം. കാരണം കോൺക്ലേവ് പല രീതിയിൽ നീണ്ടുപോകുമെന്ന് പറഞ്ഞ കർദിനാൾമാരുണ്ടായിരുന്നു. മാധ്യമങ്ങളൊക്കെ കാണിച്ചതും മറ്റു പലരുടെ പേരുകളായിരുന്നു. ഈ പേര് ഉണ്ടായിരുന്നേ ഇല്ല. ആരോ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ. അപ്പം ഞാനും ഓർക്കുന്നുണ്ട്, ഞാനിവിടെ സാന്തോ സ്പിരിറ്റോ പള്ളിയിൽ ഒരു ദിവസം ഒരു ഫംഗ്ഷന് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോയപ്പോൾ അന്ന് സെലിബ്രേറ്റ് ചെയ്തത് നമ്മുടെ ഈ ഫ്രാൻസിസ് പിതാവായിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹം അധികം വർത്തമാനം പറയാത്തതുകൊണ്ടും മിണ്ടാത്തത് കൊണ്ട് ഒരു ഗൗരവക്കാരനായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പം അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരാൾ മാർപ്പാപ്പയാവാൻ പോവാണെന്ന്. അദ്ദേഹത്തിനൊരു എളിമയുടെ ഭാഗമായിട്ട് നിശബ്ദത, എളിമ, അപ്പം അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും പല കാരണങ്ങൾ കൊണ്ട് മാധ്യമങ്ങളൊന്നും വലിയൊരു അറ്റൻഷൻ കൊടുക്കുക. പക്ഷെ ദൈവം പ്രാധാന്യവും അറ്റൻഷൻ കൊടുക്കുന്നവർ പലപ്പോഴും ഇങ്ങനെയുടെ ചെറിയവർക്കും അധികം ശ്രദ്ധിക്കപ്പെടാത്തവർക്കും എളിമയുള്ളവർക്കും ഒക്കെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ നാണം കെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ദൈവം ചെയ്തത്. ആരും പ്രതീക്ഷിക്കാത്ത, അല്ലേ, എളിയവരെന്ന് കരുതുന്ന, ചെറിയവരെന്ന് കരുതുന്ന, ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സാധാരണക്കാരൻ, ഒരു പാവം ഒരു കർദിനാളിനെ ആരല്ലേ ദൈവം തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും അതെനിക്കൊന്ന് മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാതാവിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെയായിരുന്നു, അല്ലേ? അതെ, പരിശുദ്ധ അമ്മയുടെ ഒരു മകനായിട്ടാണ് മാതാവ് പറഞ്ഞ ഇത് ഓർക്കുന്നില്ലേ ആ സ്തോത്രഗീതത്തില്? മാതാവ് പറയുന്നത് അവിടുന്ന് എളിയവരെ ഉയർത്തി എന്നുള്ളത്, തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, അല്ലേ? എളിയവരെ ഉയർത്തി, ശക്തന്മാരെ താഴെ ഇറക്കി. അതൊരു വലിയൊരു വചനാന്ന് എനിക്ക് തോന്നണേ ജിജോസ. അതെ, തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുമായിട്ടും വളരെ ആഴത്തിലുള്ളൊരു ബന്ധമുള്ളൊരു കർദിനാളായിരുന്നു. അല്ല, അതെന്താ അച്ഛൻ പറയാൻ കാരണം? എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങളോ ഓർമ്മകളോ അനുഭവങ്ങളോ ഉണ്ടോ? പ്രധാനമായിട്ടും മാതാവുമായിട്ട് ആഴത്തിലുള്ളൊരു ബന്ധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കത് പ്രകടമായിട്ട് കാണാവുന്നതാണ്. പാപ്പയായതിനു ശേഷം ഏറ്റവും ആദ്യം സന്ദർശിക്കുന്നത് അഗസ്റ്റീനിയൻ സഭയുടെ തന്നെ ഒരു ഡിവോഷൻ ആയിട്ടുള്ള അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ, സതുപദേശത്തിന്റെ മാതാവ്. അത് അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് മാർപ്പാപ്പയായിരുന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അദ്ദേഹം സുപ്പീരിയർ ജനറലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അവിടെ നന്ദി പറയാൻ പോയിരുന്നു. കർദിനാളായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ഈ അവർ ലേഡി ഓഫ് ബോൺ കൗൺസിൽ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ ആ സാങ്ച്വറിയിൽ പോയിരുന്നു. പിന്നെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മാർപ്പാപ്പയതിനു ശേഷവും നന്ദി പറയാൻ പോവുക മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ തിരുസഭയെയും തിരുസഭയുടെ ജീവിതത്തെയും മക്കളെയും ചേർത്ത് വെച്ച് ഈ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു, അല്ലേ? അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം തിരുസഭയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ. തീർച്ചയായിട്ടും സഭാമാതാവായിട്ടുള്ള. അപ്പം അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ അതിനെ മുഴുവനായും അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു മകനായിട്ട്, അല്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നത് അതിനെ കാണാമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കോൺക്ലേവ് നടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേരില്ല, അല്ലേ? അപ്പം ആ മെയ് 8-ാം തീയതി വൈകുന്നേരം നിങ്ങളുടെ സന്യാസ സമൂഹമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? കോൺക്ലേവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാംക്ഷയോടുകൂടി നടക്കുന്ന സമയത്ത് പലരും ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഞങ്ങൾക്ക് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുന്ന അച്ഛൻ 1 മണിക്കൂർ നേരത്തെ വിട്ടു. അപ്പോൾ കൃത്യം 7 മണിക്ക് മുമ്പ് 6:45 ഞാനിവിടെ എത്തുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് വെളുത്ത പുക വരുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കയറി വരുന്നത്. ഓടി ഇവിടെ 5:45 അച്ഛൻ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് വന്നത്. 5:45 സമയത്ത് ഇവിടെ എത്തുന്നുണ്ട്. കറക്റ്റ് പുക വരുന്ന സമയത്താണ് ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങളുടെ സന്യാസം ഈ ഹോളിലുണ്ട്? അതെ അതെ, ഞങ്ങളപ്പോൾ ആകാംക്ഷയോടുകൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജനലിന്റെ ഉള്ളിൽ കൂടെ വത്തിക്കാന്റെ ബാൽക്കണിയിലേക്ക് ഇവിടെയുള്ള സുപ്പീരിയറും മെമ്പേഴ്സും എല്ലാ സഹോദരങ്ങളും ഒന്നിച്ച് ബാൽക്കണിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുറകിൽ കാണുന്നത് അടുത്ത മാർപ്പാപ്പ ആരായിരിക്കും? വെള്ളപ്പുക വന്നു. വത്തിക്കാൻ സ്ക്വയർ ജനസാഗരമായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിൻ്റെ ഒപ്പം നമ്മുടെ ജിജോ പീറ്റർ അച്ഛനും
ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മാർപ്പാപ്പ ആരാണ്. ശരിക്കും ഹൃദയത്തിൽ അപ്പോഴാണ് പെട്ടെന്നൊരു അനൗൺസ്മെന്റ് വരുന്നത്, റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. വളരെ എന്തായിരുന്നു ഇവിടെ നടന്ന ആ സമയത്ത്? ശരിക്കും ഞങ്ങൾ സന്തോഷം കൊണ്ട് ഹൃദയത്തിൽ അത്രയും സന്തോഷം നിറഞ്ഞൊരു സമയം, വളരെ തുള്ളിച്ചാടായിരുന്നു അഗസ്റ്റീനിയൻ സന്യാസ സമൂഹം എല്ലാവരും അല്ലേ. പെട്ടെന്ന് ഷോക്കായിരുന്നു അല്ലേ. അതെ അതെ, ആ ഒരു പേര് പറയുമ്പോൾ തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു, അത്ഭുതമായിരുന്നു. അതെ, അത് ഞാനും ഓർക്കുന്നുണ്ട്. പ്യാറ്റ്സ മൊത്തം നിശബ്ദമായിരുന്നു. പക്ഷേ ആ പേര് വന്നപ്പോൾ അത് പെട്ടെന്ന് ആൾക്കാർ, ഒരുപാട് പേരല്ല ആൾക്കാരുടെ, ഞാൻ ഓർക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും മാർപ്പാപ്പ അവരുടെ കർദിനാളായിരിക്കുന്ന ഒരുങ്ങി വന്നവരുണ്ടായിരുന്നു. പെട്ടെന്ന് പ്യാറ്റ്സ മൊത്തം നിശ്ചലമായി, നിശബ്ദമായി കുറച്ച് സെക്കൻഡ് നേരത്തേക്ക്. കാരണം കേട്ട് പരിചയമില്ലാത്തൊരു പേര്. അപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു മോൺഫോർട്ടിലെ ഫാദർ ജോർജി. അപ്പം ഞാൻ പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് ഈ കർദിനാളിനെ എനിക്കറിയാം, അദ്ദേഹം ഈ വെസ്കോവികളുടെ ഡെക്കാസ്ട്രിയിലെ ഹെഡാണെന്ന് ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറയണ്ടായിരുന്നു. മെയ് 8-ാം തീയതി കോൺക്ലേവിൽ വെളുത്ത പുക വരുന്ന സമയത്ത് പുതിയ പാപ്പയെ അനൗൺസ് ചെയ്യുമ്പോൾ പാപ്പയുടെ പേര് കേൾക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ റോമിലുള്ള അഗസ്റ്റീനിയൻ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്നും വത്തിക്കാനിലെ ബാൽക്കണി നമുക്ക് കാണാം. ആ സമയത്ത് പരിശുദ്ധ പിതാവിൻ്റെ പേര് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് എന്ന ആ ഒരു പേര് കമർലെങ്കോ അനൗൺസ് ചെയ്യുമ്പോൾ ഏറെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ ഇവിടെ തുള്ളിച്ചാടുന്ന ഒരു അവസരമായിരുന്നു. അത്രമാത്രം ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയം പങ്കിട്ട ഒരു ഓർമ്മ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ഈ കർദിനാൾ പെട്ടെന്നേ ഈ പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ലയോ 14 മാർപ്പാപ്പ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ഒരു ചിന്ത? പെട്ടെന്ന് അങ്ങനെ ഒരു പേര്, ഒരു ലിയോ 14 ഇത് ചില സഹോദരങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരുപക്ഷെ വിശുദ്ധ അഗസ്റ്റിൻ്റെ പേര് തിരഞ്ഞെടുക്കും എന്നുള്ളത്. എന്നാൽ അതിന് പുറകിൽ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ലിയോ 14 എന്നുള്ള പാപ്പയുടെ തിരഞ്ഞെടുത്തത് ലിയോ 13 പാപ്പയുടെ മാതൃക പിന്തുടർന്നുകൊണ്ടുള്ള ഒരു ഇതാണ്. അതിലെന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു ചിന്ത? പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അഗസ്റ്റീനിയൻ സഭയോടും വളരെയധികം ആഴമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു പാപ്പയാണ് ലിയോ 13 പാപ്പയും. എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? അത് ആ ഒരു ബന്ധം എന്തായിരുന്നു? എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച്? അതിനെല്ലാം ഉപരിയായിട്ട് പിതാവിൻ്റെ വാക്കുകളിൽ തന്നെയാണെങ്കിലും നമ്മളുടെ അഗസ്റ്റിനെ എപ്പോഴും കോട്ട് ചെയ്യുന്നത് ഐ ആം ദ സൺ ഓഫ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞിരുന്നത്. അതെ അതെ. അപ്പോൾ ഈ ലയോ 13 അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്റ്റിനോടൊരു ബന്ധം ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലുപരിയായിട്ട് റേരും നൊവാരും, സോഷ്യൽ ജസ്റ്റിസിന് പ്രാധാന്യം കൊടുക്കുന്ന റേരും നൊവാരും എന്ന് പറഞ്ഞ സോഷ്യൽ ഡോക്യുമെന്റ് പുറത്തിറക്കിയത് ലയോ 13 മാർപ്പാപ്പ. എനിക്കൊന്ന് ലയോ 14 മാർപ്പാപ്പ ബാൽക്കണിയിൽ വന്നപ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ സോഷ്യൽ ജസ്റ്റിസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ജസ്റ്റിസ് സമൂഹത്തിന് കിട്ടണം, സഹിക്കുന്നവരെയൊക്കെ ഓർത്തട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. മാതാവിൻ്റെ ഒരു കണക്ഷൻ പ്ലസ് ലയോ 13 മാർപ്പാപ്പയുടെ മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലയോ 13 മാർപ്പാപ്പ 11 എൻസൈക്ലിക്കിൽ മാതാവിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ട്. ഒക്ടോബർ മാസം, മെയ് മാസം റോസറി, മരിയൻ ഡിവോഷൻ, അങ്ങനെ ഒരുപാട് എൻസൈക്ലിക്കിൽ ഇറക്കിക്കുന്ന മാർപ്പാപ്പയാണ് 13 ലയോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു ആ പ്രചോദനം തന്നെയാണ് ആ പേര് സ്വീകരിക്കാൻ കാരണം. അതെ അതെ. എനിക്ക് തോന്നുന്നു ആ പേര് ജനങ്ങളൊക്കെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നത്, ആ ഒരു പേര് തന്നെ. ഞാൻ പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും ഓരോ സ്ഥലങ്ങളിലും കണ്ടുമുട്ടുമ്പോഴൊക്കെ ആ പേരിനെ എന്തോ ഒരു പ്രത്യേക സ്നേഹത്തോടെ അവർ വരവേറ്റതായിട്ട് എനിക്ക് തോന്നാണ്. എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഹൃദയത്തിലെ അത്രമാത്രം സ്വാധീനം ലയോ 13 വരുത്തിയിട്ടുണ്ടായിരിക്കാം. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ലിയോ 13 പാപ്പ എഴുതിയ ഒരു മിഖായേൽ മാലാഖയോടുള്ള ഒരു പ്രാർത്ഥന, ഒരു ഡെലിവറൻസ് പ്രെയർ ശുശ്രൂഷകളിൽ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ലിയോ 13 പാപ്പ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന ചൊല്ലാറുള്ളത് സാധാരണ ശുശ്രൂഷകളിൽ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ലിയോ 13 പാപ്പയെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഒരു ഓർമ്മ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ പിന്നിലൊരു സംഭവം ഉണ്ട്, അത് അച്ഛൻ അറിയാമോന്ന് എനിക്കറിയില്ല. ലയോ 13 മാർപ്പാപ്പ ദേവാലയത്തിൽ അപ്പസ്റ്റോലിക് പാലസിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ട്രാൻസ്, ഒരു ദൈവികമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അദ്ദേഹം ഒരു ദർശനം കാണുകയാണ് അല്ലേ. അതായത് ഈ നഗരം നശിപ്പിക്കുവാൻ വേണ്ടി ഒരു തിന്മയുടെ ശക്തി
അതിശക്തമായിട്ട് വരുന്ന സമയത്ത് മിഖായേൽ മാലാഖ വാള് പിടിച്ചിട്ട് ആ തിന്മയുടെ ശക്തിയെ തകർക്കുന്നതായിട്ടാണ് അദ്ദേഹം പെട്ടെന്ന് കാണുന്നത്. അപ്പോൾ തിരുസഭയെ നശിപ്പിക്കുവാനായിട്ട് ഒരു തിന്മയുടെ ശക്തി ഇറങ്ങി വരുന്ന ആ ഒരു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലയോ 13 മാർപ്പാപ്പ പെട്ടെന്ന് പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ നിന്ന് ഓടി അദ്ദേഹം കൊമ്പോസ് ചെയ്ത പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായേൽ ദൂതനോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന രചിച്ചത് ലയോ 13 മാർപ്പാപ്പയാണ്. ആ ദർശനം, ആ ഒരു വെളിപ്പെടുത്തലുകൾ സ്വർഗത്തിൽ നിന്നും മാർപ്പാപ്പയ്ക്ക് കിട്ടിയപ്പോൾ എഴുതി വെച്ചൊരു, മാത്രമല്ല ആ പ്രാർത്ഥന എനിക്ക് തോന്നുന്നത് 2ാം വത്തിക്കാൻ കൗൺസിൽ വരെ മുടങ്ങാതെ കുർബാനകൾക്ക് ശേഷം അത് ചൊല്ലിയിരുന്നു. പിന്നീടാണത് നിർത്തിക്കളഞ്ഞത്, അത് പൊതു ഡിവോഷനായിട്ട്. പക്ഷെ ഞാനിപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് ചിന്തിക്കുകയാണ്. നമ്മുടെ ഈ ലയോ 14 മാർപ്പാപ്പ ആ പേര് സ്വീകരിച്ച് വത്തിക്കാൻ ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ആ ഉപദേശത്തിലും സന്ദേശത്തിലും പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണത്? നോ ഈവിൾ വിൽ പ്രിവെയിൽ അഗെയിൻസ്റ്റ് ദ ചർച്ച്. തിന്മയുടെ ഒരു ശക്തിക്കും സഭയെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് ലയോ 14 മാർപ്പാപ്പയും പ്രത്യേകം പറഞ്ഞിരുന്നു അന്ന്. അപ്പം ആ ഒരു തിന്മയ്ക്കെതിരെ, സഭയ്ക്കെതിരെ നടക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളെക്കുറിച്ച് ലയോ 13 മാർപ്പാപ്പ എങ്ങനെ അവയറായിരുന്നോ അതേ തീവ്രതയിൽ എനിക്ക് തോന്നുന്നത് ഈ മാർപ്പാപ്പയും അതിനെക്കുറിച്ച് അവയറാണെന്ന് തോന്നുന്നു. ശരിക്കും ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇടപെടലാണ്. എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വലിയൊരു ആഴമായ ഒരു ദൈവത്തിൻ്റെ ഒരു പരിപാലന ഇതിൻ്റെ പിന്നിൽ, തെരഞ്ഞെടുപ്പിനും പേരിൻ്റെ തെരഞ്ഞെടുപ്പിലും പോലും നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ജിജോ, ഞാനൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ മാർപ്പാപ്പ ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, അത് അച്ഛനറിയാൻ ഏതാണ്? ഒന്നായിരിക്കുക എന്നുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും? അത് യഥാർത്ഥത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മീയതയുമായിട്ട് വളരെ ആഴമുള്ള ഒരു കാര്യമാണ് ആ ഒരു ആപ്തവാക്യം. എനിക്ക് തോന്നുന്നത് അഗസ്റ്റിന്റെ തന്നെ കൊട്ടേഷൻ കൂടിയാണത്. അതെ അതെ, അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ അഗസ്റ്റിനോസ് സഭയുടെ നിയമാവലി ഗ്രന്ഥത്തിൽ ഏറ്റവും ആഴത്തിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു വചനമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4:32, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ദൈവവചനവുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് അഗസ്റ്റിൻ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്നായിരിക്കുന്നവന്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ തിരുസഭയും തിരുസഭയുടെ മക്കളും ഒന്നായിരിക്കണം എന്നുള്ള, എനിക്ക് തോന്നുന്നു ഈശോയുടെ യോഹന്നാൻ 17 തോന്നുന്നു, ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അല്ലേ? എനിക്ക് തോന്നുന്നത് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം രാജ്യങ്ങൾ തമ്മിൽ ഒരു ധ്രുവീകരണം, സഭകൾ തമ്മിൽ ധ്രുവീകരണം, സമൂഹങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ ഇത്രയേറെ ഒരു ധ്രുവീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ആ എടുത്തിരിക്കുന്ന ആപ്തവാക്യം ആഴപ്പെട്ട അർത്ഥങ്ങൾ നൽകുന്നുണ്ട് എനിക്ക് തോന്നുന്നത്, സന്ദേശം. തീർച്ചയായിട്ടും വളരെ ആഴത്തിലുള്ളൊരു കൂട്ടായ്മയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു നാനാത്വത്തിൽ ഏകത്വം നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ആപ്തവാക്യം കൂടി തന്നെയാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എനിക്ക് തോന്നുന്നത് ഈ മാർപ്പാപ്പ ലോകത്തെ ചേർത്ത് പിടിക്കുവാൻ, ഒരമ്മയെപ്പോലെ കൂട്ടായ്മയിൽ കൊണ്ടുവരുവാൻ, സഭയെ കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കാൻ കാരണമുണ്ട്. കാരണം അദ്ദേഹം ലോകം മുഴുവനുള്ള എല്ലാ ബിഷപ്സിൻ്റെയും ഡെക്കാസ്റ്റിയുടെ ഹെഡാണ്. സോ അവരിലൂടെയൊക്കെ ഹി നോസ് വാട്ട് ഈസ് ഗോയിങ് ത്രൂ ഇൻ ദ വേൾഡ്. പിന്നെ ഈ കോൺക്ലേവിന് ഒരുക്കായിട്ട് 12 തവണ ഈ പ്രീ കോൺക്ലേവ് നടന്നിരുന്നു സാന്ത മാർത്തയിൽ, കോൺഗ്രിഗേഷൻസിൻ്റെ മീറ്റിംഗ്. അതിനകത്ത് ആ മീറ്റിങ്ങുകളിലൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ധ്രുവീകരണം, സഭയിൽ നടക്കുന്ന ധ്രുവീകരണത്തെക്കുറിച്ചൊക്കെ ചർച്ചയുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് അതിൻ്റെ വാർത്തകളൊക്കെ കൊടുത്തത്. അപ്പം ഇതെല്ലാം അദ്ദേഹം ഒരു ആപ്തവാക്യം സ്വീകരിക്കുന്ന ഉള്ളിലുണ്ടായിരുന്നിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ ഒരു ആത്മീയത വളരെ ആഴത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ലൈഫാണ് കാര്യസ്ഥമായിട്ട് ഞങ്ങൾ എടുക്കുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ ചർച്ച്, അതൊരു അപ്പോസ്തലേറ്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഇതാണ്. ഒരു കൂട്ടായ്മയും സഹോദര്യവും ഫ്രണ്ട്ഷിപ്പും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കാണാൻ പറ്റും. അച്ഛന് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഓഫ് ആംസ്, അതിൽ ജസ്യൂട്ട് സഭയുടെ ഒരു എംബ്ലം ഉണ്ടായിരുന്നു, IHS എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എംബ്ലം.
അതുപോലെ തന്നെ ഇപ്പോൾ ലെയോ 14 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ആ എംബ്ലത്തിൽ ആ കോട്ട് ഓഫ് ആംസിൽ ഒരു ഹൃദയവും ഒരു ബൈബിളും ഒരു ആരമൊക്കെ കണ്ടു. അതെ, അത് വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ ഒരു എംബ്ലമായിട്ടുള്ള ഒരു ഇതാണ്. നമ്മളുടെ ആ ഒരു എംബ്ലം സൂചിപ്പിക്കാൻ തുറന്നു വെച്ചിരിക്കുന്ന അഗസ്റ്റിനോസ് ആരംഭിച്ച സന്യാസ സഭയുടെ ഒരു എംബ്ലം തന്നെ തുടരുന്നുണ്ടല്ലേ? തുടരുന്നുണ്ട്. ഓ, അത് ശരി. അത് തുറന്നു വെച്ചിരിക്കുന്ന ബൈബിളിന് മുകളിൽ ഒരു ഹൃദയം, ആ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടിരിക്കുന്നതായിട്ട്, അത് വചനമായിട്ട് കാണിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന പോലെ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തെ തുളച്ചു എന്ന് പറയുന്നത്. വചനം കേട്ടപ്പോഴാണല്ലോ അദ്ദേഹത്തിന് മനസ്സാന്തരം ഉണ്ടായത്. ഞാൻ ആക്ച്വലി ആ ഹൃദയം കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഞാൻ തിരുഹൃദയമെന്നാണ് വിചാരിച്ചത്. കാരണം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുഹൃദയത്തെക്കുറിച്ച് പുതിയൊരു ഡോക്യുമെൻ്റ് ഇറക്കിയിരുന്നല്ലോ. പക്ഷെ അത് അങ്ങനെയല്ല, അത് ഹ്യൂമൻ ഹാർട്ടാണെന്നാണ് പറയുന്നത്. അതിന് ചുറ്റും ഫ്ലെയിംസ് ഉണ്ട്. അതായത് ദൈവവചനം ഏത് ഹ്യൂമൻ ഹാർട്ടിലേക്കാണോ തുളച്ച് കയറുന്നത് അത് പിന്നെ ഒരു ഡിവൈനായിട്ട് മാറാണ്. അതായിരിക്കും അതിൻ്റെ ഒരു ഇങ്ങനെ. മാർപ്പാപ്പ നമ്മളൊരു മിഷണറി ആയിരിക്കണം അല്ലേ? മിഷണറി സഭ അല്ലെങ്കിൽ എവാഞ്ചലൈസേഷന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ എംബ്ലം സ്പീക്സ് ജ്വലിക്കുന്ന ഹൃദയത്തോടുകൂടെ. അതെ 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 അതെ. എനിക്കൊന്ന് ഭൂമിയിലെ എല്ലാ സകല ദൈവമക്കളും ഈ വചനം അറിയാനായിട്ട് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെയായിരിക്കും. പിന്നെ ഈ മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലേക്ക് കയറുമ്പോൾ നമ്മൾ പരിശുദ്ധ നമ്മുടെ പത്രോസിൻ്റെ 267ാമത്തെ പിൻഗാമിയായിട്ടാണ് അല്ലേ നമ്മുടെ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണക്ഷൻ അച്ഛൻ്റെ മനസ്സിൽ ഉണ്ടോ? എന്തെങ്കിലും? എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വിശുദ്ധരുടെ രൂപങ്ങൾ ബസിലിക്കയുടെ ചുറ്റും കാണാൻ പറ്റും. പക്ഷേ ഈ കൂട്ടത്തിലെ വിശുദ്ധ അഗസ്റ്റിനെ കാണില്ല. ഇല്ല അല്ലേ? ഇത്രയും വിശുദ്ധരുണ്ടായിട്ട് അഗസ്റ്റിനെ സ്റ്റാച്ചു ഇല്ല. പക്ഷേ വിശുദ്ധ അഗസ്റ്റിന്റെ സ്റ്റാച്ചു നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അത് മാർപ്പാപ്പയുടെ ചെയർ, പത്രോസിന്റെ സിംഹാസനത്തിന്റെ വലതുകാല് താങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധനായിട്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസിന്റെ. അതല്ലേ? അതായത് നമ്മൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കയറുമ്പോൾ ആൾത്താരയ്ക്ക് ചുറ്റുമുള്ള 4 തൂണുകൾ നേരെ സെന്ററിൽ നമ്മൾ കാണുന്നു. ആ സെന്ററിൽ കാണുന്ന 4 ഗോൾഡൻ തൂണുകൾ, അതാണ് ഉദ്ദേശിച്ചത്? അല്ല, അവിടെ ഒരു ചെയറിന്റെ ഒരു ചിത്രീകരണം ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ ചിത്രം. പുറകിലുള്ളത് അവിടെ ഒരു ചെയർ ആകൃതിയിൽ ഇതുണ്ട്, ഒരു ചെയർ ഉണ്ട് അവിടെ സിംബോളിക്കായിട്ട്. അതെ, പത്രോസിന്റെ സിംഹാസനമായിട്ടാണ് അത് കാണുന്നത്. ചെയർ ഓഫ് സെന്റ് പീറ്റർ. അതിന്റെ താങ്ങിയിരിക്കുന്നത്, അതിന്റെ ഒരു കാല് താങ്ങിയിരിക്കുന്നത്, വലത്തെ കാല് താങ്ങിയിരിക്കുന്നത് സെന്റ് അഗസ്റ്റിനാണ്. അതല്ലേ? ഓ, അതൊരു പുതിയൊരു അറിവാണ് തീർച്ചയായിട്ടും. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അത് വലിയൊരു ആത്മീയമായൊരു അർത്ഥമാണ് കാണിക്കുന്നത് അല്ലേ? അതായത് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയ പത്രോസിന്റെ ചെയർ 4 കാലാണ് അതിനുള്ളത്. അതിലൊരു കാല് താങ്ങിയിരിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിനായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്, കൊത്തുപണി പോലെ ആ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നതെന്ന്. അതൊരു ഭയങ്കര സഭയുടെ ആദ്യത്തെ 4 പില്ലറുകളായിട്ട്, ആദ്യത്തെ 4 പില്ലറുകളിൽ ഒരു പില്ലറാണ് അഗസ്റ്റിൻ. അപ്പോൾ ഇപ്പം ചിന്തിക്കുമ്പോൾ ആ പത്രോസിൻ്റെ പിൻഗാമിയുടെ ആ ചെയറിൻ്റെ ഒരു കാല് മാത്രമല്ല ഇപ്പോഴത്തെ മാർപ്പാപ്പ താങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് അഗസ്റ്റിനെ പോലെ ഇന്ന് സഭയെ നയിക്കുവാൻ ആ ചെയറിൻ്റെ 4 കാലും ഈ ലെയോ 14 മാർപ്പാപ്പ താങ്ങി പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ സാധിക്കും. അതെ അതെ, ശരിക്കും ദൈവത്തിൻ്റെ. അപ്പം അതിന് വലിയൊരു കണക്ഷൻ, ഒരു പരിപാലനം അല്ലേ? അന്ന് അങ്ങനെ ഒരു സിംബോളിക്കലി അഗസ്റ്റിൻ ആ ചെയറിൻ്റെ ഒരു കാല് താങ്ങി പിടിക്കുന്നത് അവിടെ ഇരിക്കുന്നു. ഇന്ന് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ആ സഭയിലെ ഒരു പിൻഗാമിയായി വന്ന അഗസ്റ്റിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞില്ല, ഐ ആം എ സൺ ഓഫ് അഗസ്റ്റിൻ, ആ സൺ തന്നെ ആ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സഭയുടെ ചെയർ താങ്ങി പിടിക്കുകയാണ് സഭയെ നയിക്കുവാൻ വേണ്ടി. അതൊരു വലിയൊരു ദൈവിക ഇടപെടലും പരിപാലനയായിട്ട് എനിക്ക് കാണാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് കുറച്ച് നാളുകളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് അഗസ്റ്റീനിയൻ തിയോളജി അല്പം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് തിയോളജിക്കൽ മേഖലയിൽ. അതൊരു റിച്ച് തിയോളജിയാണ് അഗസ്റ്റിൻ്റെ അല്ലേ? അഗസ്റ്റിൻ്റെ ഗ്രേസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ അഗസ്റ്റിന് അറിയപ്പെടുന്നത് തന്നെ ഡോക്ടർ ഓഫ് ഗ്രേസ് എന്നുള്ള, അതല്ലേ, കൃപാവരത്തിന്റെ വിശുദ്ധനായിട്ടാണ്. ഓ യെസ് യെസ്, അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് ചർച്ചിലെ ഗ്രേസ്. അത് അക്വേനാസ് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അക്വേനാസിൻ്റെ തിയോളജിയുടെ ബേസ് വരുന്നത് സ്ക്രിപ്ചറും അതോടൊപ്പം തന്നെ ഈ അഗസ്റ്റിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ സുമ തിയോളജിയിലുണ്ട്. അപ്പം ഡോക്ടർ ഓഫ് ഗ്രേസ് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് അഗസ്റ്റിൻ്റെ തിയോളജിയുടെ റീഡിസ്കവറിക്ക് കൂടി പോലും ഈ മാർപ്പാപ്പയുടെ ഇലക്ഷൻ കാരണമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്ന് വന്ന ലെയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തെ സെമിനാരി കാലം തൊട്ട് കണ്ട് അടുത്തറിഞ്ഞ ഒരു അച്ഛനാണ് നമ്മുടെ പ്രിയപ്പെട്ട ജിജോ പീറ്റർ അച്ഛൻ.
അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സഭയിലായിരുന്നു, പൗരോഹിത്യം സ്വീകരിച്ചു, പിന്നെ ബിഷപ്പായി കണ്ടു, കർദിനാളായി കണ്ടു, മാർപ്പാപ്പയായി കണ്ടു. അതിനുശേഷം ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, മാർപ്പാപ്പയായതിനു ശേഷം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് ഇവിടെ നടത്തിയതായിട്ട് അറിഞ്ഞിരുന്നല്ലോ. അത് കഴിഞ്ഞ ദിവസം പാപ്പ പെട്ടെന്നായിരുന്നു ഔപചാരികമായിട്ട് കടന്നു വരുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക്, ഞങ്ങളുടെ അഗസ്തീനിയൻ സമൂഹത്തിലേക്ക്, ഈ ജനറലേറ്റിലേക്ക് പാപ്പ കടന്നു വരികയാണ്. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വിസിറ്റായിരുന്നു. ആ സമയം 12 മണിക്ക് പാപ്പ വന്ന് കുർബാന അർപ്പിച്ചു. അതിനുശേഷം കമ്മ്യൂണിറ്റിയിൽ ഭക്ഷണത്തിനുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മണിയോടുകൂടെയാണ് പാപ്പ തിരിച്ചു പോകുന്നത്. അത് ശരി, അത് കുർബാന ചൊല്ലി ഭക്ഷണം കഴിച്ചു, സമയം ചെലവഴിച്ചു ഇവരോട് സംസാരിക്കുവാൻ. വളരെ ഒരു ആഴമായിട്ടുള്ള ഒരു സ്നേഹം. അത് അതിന് കാരണം കൂടിയുണ്ട്. കാരണം മാർപ്പാപ്പ 2 ടൈമിൽ ഇവിടുത്തെ ഈ കോൺഗ്രിഗേഷൻ സുപ്പീരിയർ ജനറൽ ആയിരുന്നു, ഇവിടെ താമസിച്ച വ്യക്തിയാണ്. 2 കർദിനാളായിരുന്നപ്പോഴും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പം മാർപ്പാപ്പയായിരിക്കുമ്പോഴും അഗസ്റ്റീനിയൻ വേര് അദ്ദേഹം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല. അതിലുപരിയായിട്ട് ഒരു കടപ്പാട്, നന്ദി, സ്നേഹം, സഹോദരങ്ങളോടുള്ള അവരുടെ പ്രാർത്ഥന, അതിന് നന്ദി സൂചിപ്പിക്കാൻ കൂടി വന്ന അന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഞങ്ങളുടെ ഇവിടുത്തെ എക്കണോമോ ജനറലിന്റെ ഫീസ്റ്റ് ആയിരുന്നു. ആ ഒരു സൗഹൃദത്തിന് പ്രത്യേക ഒരു പ്രാധാന്യം കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കൂട്ടായ്മയ്ക്ക്, സഭാ കൂട്ടായ്മയ്ക്ക്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞത് എനിക്കൊരു സ്വപ്നമായിട്ട് തോന്നുന്ന പറഞ്ഞു. കാരണം അങ്ങനെ പറഞ്ഞു അല്ലേ? അദ്ദേഹം പറഞ്ഞു പാപ്പ വന്നപ്പോഴേക്കും. കാരണം നമ്മളത് അത്രയും പ്രതീക്ഷിക്കില്ല, എന്നാൽ അത്രയും സ്നേഹത്തോടുകൂടെ കടന്നു വന്ന ഒരു കരുതലിന് പ്രത്യേകം പാപ്പ. അതെ. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലേക്ക് മാർപ്പാപ്പയുടെ വസതിയിലേക്ക് ഇവിടുന്ന് ഏതാനും വളരെ കുറച്ച് മീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ. അപ്പം ഏതായാലും മാർപ്പാപ്പ എലക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ വന്ന് ഇവരുടെ സമയങ്ങൾ ചെലവഴിച്ചിരുന്നു. അത് ആ സമയത്ത് ഇവിടെ ജിജോ പീറ്റർ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ കണ്ടു മാർപ്പാപ്പ വരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു അവരെ കാണാൻ ആ കൂട്ടത്തിൽ. അതൊരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും അച്ഛന് കാണാം അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയാണ് മാർപ്പാപ്പയോട് വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യനായ ലയോയെ ഫ്രാൻസിസ് അസീസ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ച് കൈമാറിയതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ശിഷ്യനായ ലയോ 14 മാർപ്പാപ്പയ്ക്ക് സഭയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വർഗത്തിലിരുന്നു കൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് കൈമാറുകയാണ്. നമുക്ക് നന്ദി പറയാം. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ നിന്നും ഇതാ രണ്ടാമതായി വീണ്ടും ഒരു റിലീജിയസ് ആയിട്ടുള്ള മാർപ്പാപ്പയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. സമാധാനത്തെ സ്നേഹിക്കുന്ന, എപ്പോഴും സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന, സന്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ ലയോ 14 മാർപ്പാപ്പ അംഗമായിരുന്ന ഈ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ അംഗം തന്നെയാണ് ജിജോ പീറ്റർ മുള്ളശ്ശേരിയച്ഛൻ. അദ്ദേഹം സഭയുടെ നേതൃത്വങ്ങളിലേക്ക് നമ്മുടെ പിതാവിനെ പോലെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്കറിയില്ലല്ലോ. ലയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകം മുഴുവനുമുള്ള അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർന്ന് ദൈവത്തിന് അദ്ദേഹത്തിൻ്റെ സഭയ്ക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്ദി ജിജോ പീറ്ററച്ച, ഈ സമയങ്ങൾ ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ചെലവഴിച്ചതിന്. ദൈവം അനുഗ്രഹിക്കട്ടെ.